6 എയർ ബാഗുമായിട്ടാണ് 2025 നമുക്ക് സെലീരിയോ ലഭിക്കാൻ പോകുന്നത്. എർട്ടിഗയ്ക്ക് ഏകദേശം 15,000 രൂപ പഴയ വാഹനത്തേക്കായും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ സ്വിഫ്റ്റിന് നമുക്ക് ഏകദേശം 5,000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾ പുതിയൊരു മാരുതി വാഹനം എടുക്കുകയാണെങ്കിൽ ഏത് മാർക്കറ്റ് റേറ്റിൽ ആര് പറയുന്നതിനേക്കാളും 60,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. 50% നമ്മുടെ ആ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 7,000 രൂപയൊക്കെ റീടെസ്റ്റ് നടത്തിയ ഒരു വാഹനം ഇനി പോകുമ്പോൾ 14,000 15,000 മുടക്കേണ്ട അവസ്ഥയാണുള്ളത്. അതുപോലെ ഫെബ്രുവരിയിൽ എന്താണ് വിശേഷം? വാലന്റൈൻസ് ഡേ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതല്ലാതെ വാഹന ലോകത്തെ കുറച്ചധികം വിശേഷങ്ങൾ, പ്രത്യേകിച്ച് മാരുതിയുടെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സാധാരണ പോലെ മാരുതിയിൽ ഓഫേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ വില കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ട്. 5,000 മുതൽ 20,000 രൂപ വരെ ഓരോ മോഡൽസിനും കൂടിയിട്ടുണ്ട്. ഏതൊക്കെ മോഡലിൻ്റെ വില കൂടി എന്നുള്ളതും എത്രയാണ് ഇപ്പോൾ ഓൺ റോഡ് ഇതിനൊക്കെ വരുന്നതെന്നും വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഓഫേഴ്സിൻ്റെ കാര്യം, അതായത് 60,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ബൈക്ക് ഉപയോഗിക്കുന്ന ആളാണ് കാർ എടുക്കാൻ വരുന്നതെങ്കിൽ അതിവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഈ പറയുന്ന എല്ലാ ഓഫേഴ്സിനും പുറമെ ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് പറയേ വേണ്ടുള്ളൂ. നമ്മുടെ കണ്ണൂരുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന മാരുതി അറീന ഷോറൂമിൽ വന്ന് പറഞ്ഞാൽ മതി ആ ഒരു 10,000 രൂപ ഓഫർ കിട്ടാനായിട്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സിനിമയ്ക്കുള്ള 2 ടിക്കറ്റ്, കപ്പിൾസ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ 2 ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ മാരുതിയുടെ ഇയർ ബാക്ക് വാഹനം ഇരിക്കുന്നവർക്ക് അതിനും ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് പറയാനുള്ളത് ഈ ഒരു ഫെബ്രുവരിയിലെ പ്രധാന കാര്യം നമ്മുടെ ബജറ്റ് വന്നതിൻ്റെ ഒരു കാര്യമാണ്. നമ്മുടെ വാഹനം പ്രേമികളായി വാഹനം എടുക്കാൻ നിൽക്കുന്നവർ എങ്ങനെയൊക്കെ മണ്ടക്കടിക്കാൻ പറ്റും അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയ വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് എന്ന് പറയാം 50% നമ്മുടെ ആ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 7,000 രൂപയൊക്കെ റീടെസ്റ്റ് നടത്തിയ ഒരു വാഹനം ഇനി പോകുമ്പോൾ 14,000 15,000 മുടക്കേണ്ട അവസ്ഥയാണുള്ളത്. അതുകൂടാതെ ഇലക്ട്രിക് വാഹനം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റ് വന്നപ്പോൾ ബാറ്ററിക്കൊക്കെ വില കുറയുമ്പോൾ ഇലക്ട്രിക് വാഹനത്തിന് വില കുറയും, അപ്പോൾ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് പലരും ഇരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് ഇടുത്തി പോലെ നമ്മുടെ കേരളത്തിലെ ബഡ്ജറ്റ് വന്നിട്ട് നമുക്ക് ഏകദേശം 8 മുതൽ 10-15% വരെ ഇലക്ട്രിക് വാഹനത്തിനും ടാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും കൂടി നിന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വാഹനങ്ങളുടെ വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ എപ്പോഴും നടക്കുന്നതാണ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും നമ്മുടെ മാരുതിയുടെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, അതായത് എക്സ്ചേഞ്ച് ബോണസ് ആണ് ഇതിൽ ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അതായത് നിങ്ങളുടെ അടുത്ത് പഴയ വാഹനം ഉണ്ട്, എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾ പുതിയൊരു മാരുതി വാഹനം എടുക്കുകയാണെങ്കിൽ ഏത് മാർക്കറ്റ് റേറ്റിൽ ആര് പറയുന്നതിനേക്കാളും 60,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ വണ്ടിക്കും നമുക്ക് ഒരു എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും മാക്സിമം എമൗണ്ട് ആയിട്ടുള്ള 60,000 കിട്ടുന്നത് ബ്രസ അല്ലെങ്കിൽ എർട്ടിഗ എന്നീ മോഡൽ എടുക്കുന്നവർക്കാണ്. അതായത് നിങ്ങൾ ചെറിയ കാർ മാറ്റി വലിയ കാറിലേക്ക് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഈ 2 വലിയ മോഡൽസിന് ഇത്രയും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഓഫർ എന്നുള്ളത്. ഇനി നിങ്ങൾ ആൾട്ടോ എടുത്താലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് വരുന്നത് 60,000 എന്നുള്ളൂ. അത് കിട്ടാൻ ഈ 2 മോഡൽസ് എടുക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ ഇവിടുത്തെ വാഹനങ്ങൾ ഫുള്ള് റെഡാണ്. അതുപോലെ ഇതേ ബലൂണ് കാര്യങ്ങളൊക്കെ കാണും. ഫുൾ റെഡ് കളർ കാണുമ്പോൾ ഞാൻ മാത്രമേ പച്ച പിടിച്ച് വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ റെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാലന്റൈൻസ് ഡേയുടെ ആഘോഷത്തിന് നടക്കുകയാണ് ഇവിടെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലെ ഒരു മാരുതി അറീന ഷോറൂമിൽ നിങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ കപ്പിളായിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ ഒരു സിനിമ കാണാനുള്ള മൂവി ടിക്കറ്റ്, ഒരു സിനിമ 2 പേർക്ക് കാണാനുള്ള മൂവി ടിക്കറ്റ് നിങ്ങൾ പറയുന്ന മൂവിക്ക് ഇവിടുന്ന് എടുത്തു തരുന്നതാണ്. അതിന് വില കൂടിയ കാര്യമാണ് അടുത്ത് പറയാനുള്ളത്. വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എർട്ടിഗയ്ക്ക് ഏകദേശം 15,000 രൂപ പഴയ വാഹനത്തേക്കായും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ സ്വിഫ്റ്റിന് നമുക്ക് ഏകദേശം 5,000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ആൾട്ടോക്ക് ഞെട്ടിപ്പോകുന്ന വില കൂടിയുണ്ട്. അതായത് 19,500 രൂപ നമുക്ക് ആൾട്ടോക്ക് വില കൂടിയിട്ടുണ്ട്. സെലീരിയോക്ക് ആണെന്നുണ്ടെങ്കിൽ 5,000 രൂപയെ കൂടിയിട്ടുള്ളൂ. പക്ഷേ സെലീരിയോയിൽ മറ്റൊരു പ്രത്യേകത പറയാനുണ്ട്. 6 എയർ ബാഗുമായിട്ടാണ് 2025 നമുക്ക് സെലീരിയോ ലഭിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഇത്രയും ചെറിയൊരു വാഹനത്തിൽ, എൻട്രി ലെവൽ വാഹനത്തിൽ ഇന്ന് വരെ ഒരു മാനുഫാക്ചറും നമുക്ക് 6 എയർ ബാഗ് തന്നിട്ടില്ല. നിലവിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റർ ഇതാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് അഫോർഡബിൾ മോഡൽസിൽ 6 എയർ ബാഗ് വരുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് സെലീരിയോയിൽ ഇനി താഴേക്ക് വന്ന് സെലീരിയോയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ടെന്നതാണ്. അത് വളരെ നല്ലൊരു മോഡൽ. സേഫ്റ്റിയുടെ ഭാഗം, സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാരുതി സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിന് വിലയും കൂടും കേട്ടോ. അതിപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ല. എന്നാൽ 2025 മാനുഫാക്ചറിൽ എടുക്കുന്ന വാഹനങ്ങളൊക്കെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വില ഏകദേശം 10-30,000 രൂപ ഡിഫറൻസ് വരും. കാരണം 6 എയർ ബാഗ് കയറ്റുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പെൻസ് കൂടുന്നതിന് മുന്നേ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എയർ ബാഗുള്ള സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതല്ല എന്തായാലും കാത്തിരിക്കാം, നമുക്ക് 6 എയർ ബാഗോട് കൂടിയിട്ട് എടുക്കാമെന്നുള്ളവർക്ക് ഒരു 30,000 രൂപ കൂടി കൊടുത്തിട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബ്രസക്കാണ് ഏറ്റവും കൂടുതൽ വില കൂടിയിട്ടുള്ളത്. 20,000 രൂപയാണ് ബ്രസയുടെ പ്രൈസ് കൂടിയിട്ടുള്ളത്. അതുപോലെ ഡിസയറിന് 10,000 കൂടിയുണ്ട്, വാഗണാറിന് 15,000 കൂടിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം 5,000 മുതൽ 20,000 വരെ ഓരോ മോഡൽസും വില ഓൺ റോഡ് വിലയെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓൺ റോഡ് വിലയിൽ നിന്ന് നമുക്ക് വില വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഫേഴ്സിൻ്റെ കാര്യം നോക്കാം. ഏറ്റവും അധികം ഓഫേഴ്സ് വരുന്നത് നമ്മുടെ എൻട്രി ലെവൽ സാധാരണ വാഹനം എടുക്കുന്നവർക്കാണ്. അതായത് സെലീരിയോ,
ആൾട്ടോ, വേഗണാർ തുടങ്ങിയ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് 76,000 രൂപ വരെ. അത് ഓരോ വേരിയൻസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓട്ടോമാറ്റിക് മാനുവലിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 71,000, 76,000 എന്നിങ്ങനെയുള്ള ഓഫേഴ്സ്, ഏറ്റവും ഹയസ്റ്റ് ഓഫർ ഈ ഒരു എൻട്രി ലെവൽ വാഹനം എടുക്കുന്നവർക്കാണ്. മൊത്തത്തിൽ ഈ മാസത്തെ ഓഫർ നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്നത്, അതായത് ആദ്യമായിട്ടൊരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മോഡൽസിന് ഇങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റ് ടു സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല. നിങ്ങൾക്ക് 2 വീലർ ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 എക്സ്ട്രാ വീണ്ടും ബെനിഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ആദ്യമായിട്ടൊരു കാർ എടുക്കുന്നവർക്കുള്ള ഒരുപാട് ഓഫേഴ്സാണ് ഈ ഒരു മാസം മാരുതി തന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ മാരുതിയിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം ഏതാണെന്ന് വെച്ചാൽ മാരുതിയിൽ എന്നല്ല മൊത്തം മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അത് ആൾട്ടോ K10 ആണ്. അതിൽ ഏകദേശം നമുക്ക് 5,60,000 ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് ആ വില വർധനം വന്നില്ല, അതിന് ശേഷമുള്ള പ്രൈസാണ് പറഞ്ഞത്. 5,60,000 തുടങ്ങിയിട്ട് 7 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിന് വരുന്നത്. ഇനി സെലീരിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 6,25,000 നമുക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പ് മോഡൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത് 8,25,000 ആണ് വരുന്നത്. വേഗണാർ ആണെന്നുണ്ടെങ്കിൽ 6,55,000 വില തുടങ്ങി 8,65,000 രൂപയാണ് ഇപ്പോഴത്തെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ 71,000 വെച്ചിട്ട് ഈ പറഞ്ഞ മോഡൽസ് ഞാൻ ഈ പറഞ്ഞ വിലയിൽ നിന്നും ഓഫറും വരുന്നുണ്ട്. നമുക്ക് കൺസ്യൂമർ ഓഫറും എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെയുള്ള എല്ലാം ചേർന്ന് 70,000 മുകളിൽ ഓഫേഴ്സ് ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് കുറയുകയും ചെയ്യും. പിന്നെ 10,000 നിങ്ങൾ ബൈക്കിൻ്റെ ഓണർ ആണെങ്കിൽ വേറെയും കുറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്വിഫ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 5,000 രൂപയാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. 7,55,000 രൂപക്കൊക്കെ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ LXi എന്ന് പറയുന്ന ബേസ് വേരിയൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പ് മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 11,56,000 രൂപയാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വില. ഓട്ടോമാറ്റിക്കിൻ്റെ വിലയാണ് കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് വേരിയൻ്റെ വിലയാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത്. അപ്പോൾ 7.5 ലക്ഷം മുതൽ ഒരു 11.5 ലക്ഷം വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റും ഓൺ റോഡ് വിലയാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നതാണ്. അതുപോലെ ഫിനാൻസ് സൗകര്യം ഓൾറെഡി നമ്മൾ അറിയുന്നതാണ്. നമുക്ക് ഏകദേശം 95% വരെയൊക്കെ മാരുതി വാഹനങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ഇനി എർട്ടിഗയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10,29,000 തുടങ്ങിയിട്ട് ഏകദേശം 15,70,000 വരെയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ ബ്രസ നമുക്ക് 10 ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് പ്രൈസിന് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ്. 9,95,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരിക. സ്റ്റാർട്ടിങ് ഏറ്റവും ടോപ്പ് മോഡൽ 16,85,000. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബ്രസക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 38,000 രൂപ ഓഫറും മാരുതി ഈ ഒരു മാസം തരുന്നുണ്ട്. സ്വിഫ്റ്റിനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വിഫ്റ്റിൻ്റെ ഓഫർ ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് 61,000 രൂപയുടെ ഓഫർ തന്നിട്ടുണ്ട്. 5,000 രൂപ വില കൂട്ടിയെങ്കിലും 61,000 രൂപയുടെ ഓഫർ തന്നിട്ടുണ്ട്. പിന്നെ മൈലേജ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു ഓപ്ഷനും കൂടി നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്നുണ്ട്. അതായത് CNG വേർഷൻ എന്ന് പറയാം. നമുക്ക് VXi, ZXi എന്നീ മോഡലുകളിൽ മിഡിലെ 2 വേരിയൻ്റിലാണ് ആ ഒരു CNG ആയിട്ട് നമ്മുടെ സ്വിഫ്റ്റ് ലഭിക്കുക. 32-ന് മുകളിൽ നമുക്ക് മൈലേജ് CNGയിൽ സ്വിഫ്റ്റിന് ലഭിക്കും. അപ്പോൾ അത്ര കമ്പനി പറഞ്ഞാലും എന്തായാലും നമുക്ക് 25-ന് മുകളിൽ അല്ലെങ്കിൽ 28 വരെയൊക്കെ ഓൺ റോഡ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു മൈലേജ്. കൂടുതൽ ഓട്ടം ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ പരിഗണിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് പോകാനുള്ള ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു റേഞ്ച് ആങ്സൈറ്റി പോലത്തെ പരിപാടികളൊക്കെ ചിന്തിക്കുന്നവർക്ക് മൈലേജും വേണം. നിങ്ങൾക്കൊരു ബൈക്കിൻ്റെ മൈലേജ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ്റെ മൈലേജ് തരുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റിൻ്റെ CNG എന്ന് പറയാവുന്ന രൂപത്തിലാണ്. പിന്നെ ഒരു മോഡൽ കൂടി ഇവിടെ വേഗണാറാണ്. അതുകൂടാതെ നമ്മുടെ ഏറ്റവും പുതിയ ഡിസയർ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഡിസയർ നമുക്ക് ഏകദേശം 8 ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വിലക്ക് വാങ്ങാൻ പറ്റിയൊരു വാഹനം. 7,98 ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് വിലക്ക് ഈ ഒരു ഡിസയർ ഏറ്റവും പുതിയ ഡിസയർ കിട്ടും. അതുപോലെ തന്നെ 12 ലക്ഷം രൂപക്കൊക്കെ ഏറ്റവും ടോപ്പ് മോഡൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് നമുക്ക് ഓൺ റോഡ് വിലക്ക് കിട്ടുന്നുണ്ട്. നിലവിൽ മാരുതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഇല്ലാത്ത 2 മോഡൽസേ ഉള്ളൂ. അതൊന്ന് ഡിസയറും അതുപോലെ ഒന്ന് എർട്ടിഗയാണ്. രണ്ടും അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഉള്ള സ്റ്റോക്ക് കുറച്ച് ഡിമാൻഡുള്ള മോഡൽസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്കൊന്ന് ഓഫർ പറയാതെ. കാരണം നിങ്ങൾ ഈ മാസം ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ മാസം ചിലപ്പോഴേ കിട്ടുള്ളൂ എന്നതാണ്. ഇതിൻ്റെ വൈറ്റ് കളർ മാത്രം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ പുതിയ ഡിസയറിന് ഒരു 2-3 ആഴ്ചയൊക്കെ വെയിറ്റിംഗും നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിന് മാത്രം ഓഫറില്ല. ബാക്കി നിങ്ങൾ മാരുതിയുടെ ലൈനപ്പിൽ ഏത് വാഹനം ഈ ഒരു മാസം എടുക്കുകയാണെങ്കിലും നമുക്ക് ഓഫർ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻസ് ഇട്ട് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇൻട്രസ്റ്റ് റേറ്റ് ഓർത്ത് പേടിക്കേണ്ടാത്തൊരു സമയം കൂടിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ RBIയുടെ റൂൾസ് പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് വാഹനങ്ങൾക്ക് വെഹിക്കിൾ ലോൺസിന് കുറച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് EMI കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടി. അതായത് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു EMI ഇട്ടിട്ട് ഒരു 4 വീലർ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ള എന്താ പറയുക, ആക്സറി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ലോവർ വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെയൊക്കെ LXiക്ക് വൻ ഡിമാൻഡാണ്, കിട്ടാനില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. വെയിറ്റിംഗ് പീരീഡ് ആണ്. കാരണം ആ ഒരു കിടിലം വേരിയൻ്റാന്ന് പറയാം. നമുക്ക് ആ ഒരു 7,50,000 7 ലക്ഷത്തിനൊക്കെ എടുത്തിട്ട് നമ്മൾ 50,000 കൂടി അതിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിലോ വൻ സെറ്റപ്പായിട്ട് നമുക്ക് സ്വിഫ്റ്റ് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ആക്സറി ചെയ്യുമ്പോൾ ഷോറൂമിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI കിട്ടുന്നുണ്ട്. അത് ക്രെഡിറ്റ് കാർഡിലാണെങ്കിലും അതുപോലെ ബജാജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോ കോസ്റ്റ് EMI ആണ്. നിങ്ങൾ ആക്സറി പറയുമ്പോൾ അലോയ് വീല്, സ്പീക്കർ, ടച്ച് സ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാം നോ കോസ്റ്റ് EMIയിൽ നമുക്ക് കവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിനെ എടുക്കുന്ന ഒരു അലോയ് അങ്ങനെ എല്ലാം അടക്കം നിങ്ങൾ 1 ലക്ഷം രൂപയുടെയൊക്കെ ആക്സറി ചെയ്യാൻ ഉദ്ദേശിച്ചത് വിചാരിച്ചോ, ആ സാധനം EMI ആക്കിയിടുക.
എന്നിട്ട് ആ 1,00,000 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റിൽ കയറ്റി അടച്ചാൽ അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇവിടെ നോ കോസ്റ്റ് ഇ എം ഐ ഇതിൻ്റെ പതുക്കെ തവണകളായിട്ട് അടച്ചു കൊടുത്താലും മതി എന്നുള്ള ഗുണമാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയാണ് ഇപ്പോൾ നിങ്ങൾ മാരുതി വാഹനം വന്ന് എടുക്കുകയാണെങ്കിലുള്ളത്. അപ്പോൾ അതിന് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ഇയർ ബാക്കിൻ്റെ കാര്യം പറഞ്ഞു, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ്റെ മോഡൽ അത് ഇതൊന്നും പറയാത്തത്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിനും നല്ല ഓഫേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങൾ, പുതിയ വാഹനങ്ങളെക്കാളും ഓഫേഴ്സ് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട് എന്ന് പറയാം. അത് എത്രയ്ക്കാണ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ട അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതും സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ആ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് പ്രത്യേകം ഒന്ന് നിങ്ങളുടെ കമൻറ്റും താഴെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ വീടാണെങ്കിൽ ഒരുപാട് നേരത്തിൽ കാണാം. ബൈ ബൈ.